ഹീലിംഗ് പ്രേയേഴ്സ് 2ലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസവും ഈ ഫെബ്രുവരി മാസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. ഈ ഫെബ്രുവരി മാസത്തിൻ്റെ ആദ്യത്തെ ദിവസം തൊട്ട് അവസാന ദിവസം വരെ ദൈവത്തിൻ്റെ വലിയ ഇടപെടൽ ഉണ്ടാകുന്നതിനും ദൈവാത്മാവിനാൽ നാം ഓരോരുത്തരും നയിക്കപ്പെടുന്നതിനും ഈ മാസം നമ്മുടെ ആഗ്രഹങ്ങൾ സഫലീകൃതമാകുന്നതിനും ഐശ്വര്യവും സമാധാനവുമുള്ള ഒരു ജീവിതം ആഗ്രഹിക്കുന്നു എങ്കിൽ ഈ പ്രാർത്ഥനയിൽ അവസാനം വരെ വിശ്വാസത്തോടെ ഭക്തിയോടെ നാം പങ്കെടുക്കുക, പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയിൽ കൂടി സാധിക്കാത്ത യാതൊരു കാര്യങ്ങളും ഈ ലോകത്തിലില്ല. അതിനാൽ കാരുണ്യവാനായ ദൈവത്തിൻ്റെ കരുണ നമുക്ക് ലഭിക്കുന്നതോടൊപ്പം ഈ മാസം എല്ലാം കൊണ്ടും സുരക്ഷിതത്വവും ആരോഗ്യവും സന്തോഷത്തിൻ്റെയും മാസമാകാൻ നമുക്ക് ഓരോരുത്തർക്ക് പ്രാർത്ഥിക്കാം. ഈ മാസം ജോലിക്ക് വേണ്ടി നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കുടുംബ സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടി പ്രാർത്ഥിക്കാം. വീട്ടിൽ നിന്നും കലഹങ്ങൾ മാറിപ്പോകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പരീക്ഷ എഴുതുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ബോർഡ് എക്സാംസ് എഴുതുന്ന SSLC, +2 മറ്റ് ബോർഡ് എക്സാംസ് എഴുതുന്ന എല്ലാവർക്കു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സാമ്പത്തിക അനുഗ്രഹം വർഷിക്കപ്പെടുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കാം. വിവിധങ്ങളായ പരീക്ഷകൾക്ക് ഈ മാസം പരീക്ഷയുള്ള എല്ലാവർക്കും ഉന്നത വിജയം കിട്ടാൻ നമുക്ക് പ്രാർത്ഥിക്കാം. വിവാഹപ്രായം കഴിഞ്ഞു നിൽക്കുന്നവർക്ക് അനുയോജ്യമായ വിവാഹം നടക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. രോഗികൾക്ക് അത്ഭുത സൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം. സാത്താൻ ഒരുക്കുന്ന എല്ലാ കെണികളിൽ നിന്നും, തെറ്റായ കൂട്ടുകെട്ടുകളിൽ നിന്നും, പ്രേമബന്ധങ്ങളിൽ നിന്നും നമ്മുടെ മക്കളെ, നമ്മുടെ ജീവിത പങ്കാളിയെ, കുടുംബാംഗങ്ങളെ രക്ഷിക്കുന്നതിനു വേണ്ടി, അവർക്ക് സംരക്ഷണത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നാം വിവേകത്തോടെ പെരുമാറുന്നതിനും വിവേകത്തോടെ വിജ്ഞാനത്തോടെ ഈ മാസം ജീവിക്കുന്നതിന് നമുക്കും സാധിക്കണം. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ മാസം നമ്മുടെ ആരോഗ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മോട് തന്നെ സ്നേഹം ഉണ്ടാകാൻ പ്രാർത്ഥിക്കാം. നമ്മോട് തന്നെ സ്നേഹവും ബഹുമാനവും ഉണ്ടാകാനും ദൈവത്തോട് സ്നേഹവും ബഹുമാനവും ഉണ്ടാകാൻ പ്രാർത്ഥിക്കാം. അപ്പോൾ നമുക്ക് പരസ്പരം സ്നേഹിക്കാനും ബഹുമാനിക്കാനും നമുക്ക് സാധിക്കും. ഒത്തിരി പ്രതീക്ഷയോടെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഈ ഫെബ്രുവരി മാസത്തിൽ എല്ലാം കൊണ്ടും നന്മയുടെ മാസമാകും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലെ തടസ്സങ്ങൾ മാറിപ്പോകും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രത്യേക സമാധാനവും സന്തോഷവും ഈ ഫെബ്രുവരി മാസത്തിൽ ഉണ്ടാകും. കർത്താവിൻ്റെ വലിയ ഇടപെടൽ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. നിങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങളിലും കർത്താവിൻ്റെ കയ്യൊപ്പുണ്ടാകും. അതിനാൽ ഈ പ്രാർത്ഥന ആവർത്തിച്ച് പ്രാർത്ഥിക്കുക. ഒപ്പം ഇത് ഷെയർ ചെയ്തും പ്രാർത്ഥിക്കുക. തീർച്ചയായും അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്കുണ്ടായിരിക്കും. ഈ മാസത്തെ നിയോഗങ്ങൾ ഓരോന്നും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 43 മുതൽ 48 വരെയുള്ള വാക്യങ്ങൾ. അയൽക്കാരനെ സ്നേഹിക്കുക, ശത്രുവിനെ ദ്വേഷിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായിത്തീരും. അവിടുന്ന് ശിഷ്ടരുടെയും ദുഷ്ടരുടെയും മേൽ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെയും നീതിരഹിതരുടെയും മേൽ മഴ പെയ്യ്ക്കുകയും ചെയ്യുന്നു. നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾക്കെന്ത് പ്രതിഫലമാണ് ലഭിക്കുക? ചുങ്കക്കാർ പോലും അത് തന്നെ ചെയ്യുന്നില്ലേ? സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂ എങ്കിൽ വിശേഷവിധിയായി എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? വിജാതീയരും അത് തന്നെ ചെയ്യുന്നില്ലേ? അതുകൊണ്ട് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. ഈ പ്രാർത്ഥനയിലൂടെ ഈ ഫെബ്രുവരി മാസത്തിൻ്റെ ഓരോ നിയോഗങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതോടൊപ്പം നമുക്ക് എതിരെ നിൽക്കുന്ന ശത്രുക്കൾക്കു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം. കർത്താവ് നമ്മോട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നാം ചെയ്തു കഴിയുമ്പോൾ വലിയ സമൃദ്ധിയും
നാം ആഗ്രഹിക്കുന്നതിലപ്പുറമായി ഭൗതികവും ആത്മീയവുമായ നന്മകളെ കൊണ്ടാണ് കർത്താവ് നമ്മെ നിറയ്ക്കാൻ പോകുന്നത്. അതിനാൽ ഈ മാസത്തിൽ നമ്മുടെ ശത്രുക്കളെ കുറിച്ച് ഓർക്കുക. നമുക്ക് വിദ്വേഷമുള്ളവർക്ക്, നമ്മെ സ്നേഹിക്കാത്തവർക്ക്, നമുക്കും സ്നേഹം തോന്നാത്തവർക്ക് എല്ലാം അവരെ ഓരോരുത്തരെയും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇതൊരു ആത്മീയ നിയോഗമായി നാം എടുക്കുക. ഈ മാസം എല്ലാവരോടും രമ്യതപ്പെടുവാൻ, ഹൃദയം കൊണ്ട് എല്ലാവരെയും സ്നേഹത്തിൽ ആക്കി നിർത്താൻ നമുക്ക് സാധിക്കണം. അതിനാൽ ഇത് ഒരു ആത്മീയ നിയോഗമായി എടുത്ത് എല്ലാവരോടും ക്ഷമിക്കുന്നതും എല്ലാവരെയും സ്നേഹിക്കുന്നതിനും എല്ലാവരെയും ബഹുമാനിക്കുന്നതിനും നമുക്ക് സാധിക്കണം. അതിനാൽ ഇത് ആത്മീയ നിയോഗമായി എടുക്കുക. ഈ ആത്മീയ നിയോഗം നിങ്ങൾ സാധിക്കുമ്പോൾ തീർച്ചയായും നിങ്ങളുടെ ഭൗതികമായ ഏത് നിയോഗവും ഈ ഫെബ്രുവരി മാസത്തിൽ സാധിക്കും. അതിനാൽ തന്നെ നമുക്ക് നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച്, നമ്മുടെ ആവശ്യങ്ങളെ സമർപ്പിച്ച് ദൈവത്തിൻ്റെ ശക്തമായ കരങ്ങളിൽ നമുക്കായിരിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് പരമപരിശുദ്ധനും പരിപൂർണനുമായിരിക്കുന്നത് പോലെ ഞങ്ങൾക്കും പരിശുദ്ധരും പരിപൂർണരുമായിരിക്കുവാൻ കൃപ തരണമേ. കർത്താവെ, ഈ ഫെബ്രുവരി മാസത്തിലെ ഞങ്ങളുടെ ആത്മീയ നിയോഗം ആദ്യം ഞങ്ങൾ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. പരസ്പരം വിദ്വേഷം മാറ്റി, ശത്രുത മാറ്റി, മനസ്സുകൊണ്ട്, ഹൃദയം കൊണ്ട് മറ്റുള്ളവരെ സ്നേഹിക്കാൻ ഏറ്റവും ആദ്യമായി ജീവിത പങ്കാളിയെ, അപ്പനെ, അമ്മയെ, മക്കളെ സ്നേഹിക്കുവാൻ, സഹോദരി സഹോദരങ്ങളെ, ഇൻലോസിനെ സ്നേഹിക്കുവാനായി ഉള്ള തടസ്സങ്ങൾ മാറ്റി ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. അവരെ സ്നേഹിക്കാനും അവരെ ബഹുമാനിക്കാനും കഴിയാത്ത അത്രമാത്രം ഞങ്ങളുടെ ഹൃദയം അവരിൽ നിന്നും അകന്നു പോയിരിക്കുന്നു. ഞങ്ങൾ ഒരേ കുടുംബത്തിൽ ആണ്, ഒരേ ഭവനത്തിലാണ് വസിക്കുന്നതെങ്കിലും കർത്താവേ, ഞങ്ങളുടെ ഹൃദയം ഒത്തിരി അകലെയാണ്. ഞങ്ങൾ പരസ്പരം യോജിക്കുന്നില്ല, പരസ്പരം അംഗീകരിക്കാൻ സാധിക്കുന്നില്ല, പരസ്പരം ബഹുമാനിക്കാനോ സ്നേഹിക്കാനോ കഴിയുന്നില്ല. ഈ ഒരു അവസ്ഥയ്ക്ക് ഞങ്ങൾക്കൊരു മാറ്റം വരണം. അതോടൊപ്പം കർത്താവെ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരുടെയും ആവശ്യങ്ങളെ ഞാൻ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഈ ഫെബ്രുവരി മാസത്തിൽ സാമ്പത്തിക അനുഗ്രഹം വർഷിക്കപ്പെടുന്നതിനു വേണ്ടി എല്ലാവർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സമ്പത്തിൻ്റെ മേൽ നിന്റെ കരം വെച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ മാസം പരീക്ഷ എഴുതുന്ന, വിവിധ തരം പരീക്ഷകൾ എഴുതുന്ന എല്ലാ മക്കൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രത്യേകമായി ബോർഡ് എക്സാംസ് എഴുതുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഭയം കൂടാതെ പരീക്ഷ എഴുതുവാൻ, പഠിച്ചതെല്ലാം ഓർക്കുവാൻ, ഓർത്തതെല്ലാം എഴുതുവാൻ, സമയം തീരുന്നതിന് മുൻപ് എഴുതുവാൻ, അത് വ്യക്തമായി എഴുതി തീർക്കുവാനും, പരീക്ഷയിൽ ഉന്നത വിജയം ലഭിക്കുന്നതിനും ഞങ്ങളുടെ മക്കളെ നീ അനുഗ്രഹിക്കണമേ. കൂടുതൽ താല്പര്യത്തോടെ പഠിക്കാനുള്ള വിഷയങ്ങൾ പഠിച്ച് എഴുതുന്നതിന് വേണ്ടി സഹായിക്കണമേ. മക്കൾക്ക് പഠനത്തിൽ നിന്ന് അവരുടെ ശ്രദ്ധ മാറ്റുന്ന എല്ലാ കാര്യങ്ങളും, എല്ലാ സോഷ്യൽ മീഡിയ പ്രോഗ്രാംസും, എല്ലാ കൂട്ടുകെട്ടുകളും നീ ഈ പരീക്ഷാ സമയം ഉപേക്ഷിക്കാൻ അവർക്ക് ശക്തി കൊടുത്ത് നീ അവരെ അനുഗ്രഹിക്കണമേ. നിന്റെ പരിശുദ്ധാത്മാവിനാൽ പരീക്ഷ എഴുതുന്ന എല്ലാവരെയും നീ ഇപ്പോൾ തന്നെ അഭിഷേകം ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ മാസം പ്രസവത്തിനു വേണ്ടി പറഞ്ഞിരിക്കുന്ന, ഡേറ്റ് കൊടുത്തിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഗർഭിണികളായ സഹോദരിമാർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഗർഭിണികൾക്കും ഗർഭസ്ഥ ശിശുക്കൾക്കും ആരോഗ്യവും കൊടുത്ത് അവരെ അനുഗ്രഹിക്കണമേ. സുഖമായ പ്രസവം കൊടുത്ത് എല്ലാ അനർത്ഥങ്ങളിൽ നിന്നും, ആപത്തുകളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും ഇവരെ രക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ സമയം കർത്താവെ, കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്നവർക്ക് വേണ്ടി, കുഞ്ഞുങ്ങളില്ലാത്ത എല്ലാ ദമ്പതിമാർക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വന്ധ്യയ്ക്ക് പ്രസവ വേദന കൊടുക്കുന്നവൻ നീ തന്നെയാണ്. ദൈവമേ, നീ ഗർഭപാത്രത്തെ സ്പർശിച്ച് പ്രഗ്നൻ്റ് ആകാനുള്ള എല്ലാ തടസ്സങ്ങളും മാറ്റി കുഞ്ഞുങ്ങൾക്ക് അവർ ജന്മം കൊടുക്കുന്നതിന്
കുഞ്ഞുങ്ങളില്ലാത്ത എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, വീട്ടിൽ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഭവനത്തിൽ നിന്ന്, വീട്ടിൽ നിന്ന് കലഹങ്ങൾ മാറിപ്പോകാനും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതിനും ഈ മാസം പ്രത്യേകമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിറയ്ക്കാൻ, കുടുംബത്തെയും കുടുംബത്തിലുള്ളവരെയും ഞങ്ങളുടെ ജീവിതത്തെയും സകല ദൈവാനുഗ്രഹങ്ങളാലും ഈ ഫെബ്രുവരി മാസത്തിൽ നിറയ്ക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ രക്ഷകനും നാഥനുമായി ഈ മാസം നീ ഞങ്ങളോടൊപ്പം വാഴണമേ. ഞങ്ങളുടെ കുടുംബത്തെ എല്ലാവിധ ആപത്തനർത്ഥങ്ങളിൽ നിന്നും രക്ഷിച്ച്, എല്ലാ സംശയങ്ങളിൽ നിന്നും, എല്ലാ ദുഃഖത്തിൽ നിന്നും, ദുരിതത്തിൽ നിന്നും, അനാസ്ഥകളിൽ നിന്നും, ആവശ്യമില്ലാത്ത ചിന്തകളിൽ നിന്നും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ രക്ഷിക്കുന്നതിനും ഞങ്ങളെ കാത്തു സംരക്ഷിക്കുന്നതിനും ഞങ്ങളുടെ കുടുംബം ഒരു സ്വർഗീയ അനുഭവമാകാൻ, ദൈവികമായ അനുഭവങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിൽ ഈ ഫെബ്രുവരി മാസത്തിൽ ഉണ്ടാകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ജോലിക്ക് വേണ്ടി നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നവരെ ഓരോരുത്തരെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ദൈവമേ, ഈ മാസം ജോലിക്ക് ഇൻ്റർവ്യൂവിന് പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത് പാസ്സാക്കി ജോലി കിട്ടാൻ അവരെ അനുഗ്രഹിക്കണമേ. ജോലിയിലെ തടസ്സങ്ങളും ബന്ധനങ്ങളും പൂർണ്ണമായി മാറിപ്പോകാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാതെ വിഷമിക്കുന്ന ഏവർക്കും ജോലി ലഭിക്കാൻ കർത്താവെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഗവൺമെൻറ് ജോലിക്ക് പരീക്ഷ എഴുതി നിൽക്കുന്ന എല്ലാവർക്കും ഉന്നത വിജയം നേടാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ ഗവൺമെൻറ് ജോലിക്കാർക്കും ജനങ്ങളെയും സർക്കാരിനെയും ആത്മാർത്ഥമായി സേവിക്കാൻ കൃപ കൊടുക്കുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വിവാഹപ്രായം കഴിഞ്ഞു നിൽക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അനുയോജ്യമായ വിവാഹം നടക്കാൻ നീ കൃപ കൊടുക്കണമേ, അവരെ അനുഗ്രഹിക്കണമേ. വിവാഹത്തിന് വേണ്ടി നീ അവരെ അഭിഷേകം ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വിവാഹ ജീവിതം നയിക്കുന്നവർക്ക് അതിനുള്ള പ്രത്യേക ദൈവിക കൃപാവരങ്ങൾ നൽകി നല്ലൊരു വിവാഹ ജീവിതം, നല്ലൊരു ദാമ്പത്യ ജീവിതം ലഭിക്കുവാൻ കർത്താവേ, ഉന്നതത്തിൽ നിന്നുള്ള പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ എല്ലാ വിവാഹിതരെയും നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ഫെബ്രുവരി മാസം ഓപ്പറേഷൻ ഫിക്സ് ചെയ്തിരിക്കുന്നവർക്ക്, ഓപ്പറേഷൻ കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുന്നവർക്ക്, ആശുപത്രികളിലായിരിക്കുന്നവർക്ക്, ICUയിലും വെന്റിലേറ്ററിലും കിടക്കുന്ന രോഗികൾക്ക്, കിടപ്പ് രോഗികൾക്ക്, രോഗമായി വേദനിക്കുന്ന ഓരോ രോഗികൾക്കും നിന്റെ അത്ഭുത സൗഖ്യത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ മാസം ആരോഗ്യത്തോടെ നിന്നെ സ്തുതിച്ച് പ്രാർത്ഥിക്കുവാനുള്ള കൃപ നൽകി ഞങ്ങളെ ഓരോരുത്തരെയും, എല്ലാ രോഗികളെയും നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, സാത്താൻ ഒരുക്കുന്ന എല്ലാ കെണികളിൽ നിന്നും, എല്ലാ തെറ്റായ പ്രേമബന്ധങ്ങളിൽ നിന്നും, കൂട്ടുകെട്ടുകളിൽ നിന്നും, എല്ലാ ലോകത്തിൻ്റെ അടിമത്തങ്ങളിൽ നിന്നും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ ഓരോരുത്തരെയും നീ രക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ എല്ലാ അംഗങ്ങളെയും ഈ പ്രാർത്ഥനയിലൂടെ ഇപ്പോൾ തന്നെ അവരുടെ ജീവിതത്തിൽ നീ ഇടപെട്ട് അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കടങ്ങൾ മൂലം വേദനിക്കുന്ന എല്ലാവരെയും നീ കാത്തു പരിപാലിക്കണമേ. എല്ലാവർക്കും സാമ്പത്തിക ഭദ്രത നൽകി ഈ ഫെബ്രുവരി മാസത്തിൽ സമ്പത്തിൻ്റെ അനുഗ്രഹങ്ങൾ നീ ഇവരിലേക്ക് വർഷിച്ച് അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന മാസമാക്കി ഈ ഫെബ്രുവരി മാസത്തെ മാറ്റണമേ. എല്ലാറ്റിലും ഉപരി പ്രാർത്ഥിക്കാൻ കഴിയാത്തവർക്ക്, പ്രാർത്ഥനയിൽ വിശ്വാസം നഷ്ടപ്പെട്ടു പോയവർക്ക് കൂടുതൽ പ്രാർത്ഥിക്കാനുള്ള കൃപ, പ്രാർത്ഥനയ്ക്കുള്ള മടുപ്പ് മാറി കൂടുതൽ പ്രാർത്ഥിക്കുവാനും ആത്മീയവും ഭൗതികവുമായ ഏത് കാര്യങ്ങളും പ്രാർത്ഥനയിൽ കൂടി നേടിയെടുക്കാനുള്ള ഒരു വിശ്വാസം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ എല്ലാ കുടുംബങ്ങളെയും നീ പ്രത്യേകം കാത്തുകൊള്ളണമേ. ഒപ്പം ഈ ലോകത്തെ മുഴുവനും ഞാൻ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഗവൺമെൻറ്റിനെ സമർപ്പിക്കുന്നു. എല്ലാ ഗവൺമെൻറ് ഓഫീസേഴ്സിനെയും അധികാരികളെയും സമർപ്പിക്കുന്നു. കർത്താവേ, എല്ലാ രാഷ്ട്രീയ അധികാരികളെയും, മതപരമായ അധികാരികളെയും, സാമൂഹിക അധികാരികളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവേ, എല്ലാവരെയും പരിശുദ്ധാത്മാവിനാൽ നയിക്കണമേ. ആരും സ്വന്തം ഇഷ്ടപ്രകാരം അല്ല പ്രവർത്തിക്കേണ്ടത്. ഇനി മുതൽ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നതിന് ഞങ്ങളുടെ അധികാരികളെ നീ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യണമേ. കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ആഴമായ വിശ്വാസം നൽകി
ഞങ്ങളെയും ഞങ്ങളുടെ അധികാരികളെയും നീ അനുഗ്രഹിക്കണമേ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ സമയം ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുന്ന ഓരോരുത്തരുടെയും നിയോഗങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ ഏൽപ്പിച്ചു തരുന്നു. എൻ്റെ കർത്താവേ, നീ ഇവരുടെ മേൽ അത്ഭുതങ്ങൾ നടത്തി ഈ ഫെബ്രുവരി മാസം എല്ലാം കൊണ്ടും അനുഗ്രഹത്തിൻ്റെ മാസമാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സകല അപകടങ്ങളിൽ നിന്നും, കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ മറഞ്ഞിരിക്കുന്ന എല്ലാ ദുരന്തങ്ങളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, വാഹന അപകടങ്ങളിൽ നിന്ന്, മറ്റ് എല്ലാ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന്, പൈശാചികമായ അപകടങ്ങളിൽ നിന്നെല്ലാം ഈ ഫെബ്രുവരി മാസത്തിൽ ഞങ്ങളെ ഓരോരുത്തരെയും, ഞങ്ങളുടെ കുടുംബങ്ങളെയും, വസ്തുവകകളെയും, ഞങ്ങളുടെ യാത്രകളെയും, ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രോഗ്രാംസിനെയും എല്ലാം നീ കാത്ത് സംരക്ഷിച്ച് അഭിഷേകം നൽകി ഞങ്ങളെ ഒരു പുത്തൻ വ്യക്തിയാക്കി മാറ്റണമേ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാറ്റിലുപരി ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ, സർവശക്തിയോടെ സ്നേഹിക്കുന്നതിനും ആരാധിക്കുന്നതിനും ഈ ഫെബ്രുവരി മാസം ഞങ്ങൾ മാറ്റിവെക്കുന്നു. കർത്താവെ, ഈ മാസത്തെ നീ അനുഗ്രഹിക്കണമേ, ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഈ പ്രാർത്ഥന ആവർത്തിച്ചു കേൾക്കാനും ഈ പ്രാർത്ഥനയിലൂടെ നീ ആവർത്തിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ പ്രാർത്ഥന ഷെയർ ചെയ്തെത്തിക്കുന്നവരെ ധാരാളമായി നീ അനുഗ്രഹിക്കണമേ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും നിയോഗങ്ങൾ അങ്ങ് ഏറ്റെടുത്ത് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനെയും ഈ ഫെബ്രുവരി മാസം എല്ലാം കൊണ്ടും ദൈവാനുഗ്രഹങ്ങളുടെയും സമൃദ്ധിയുടെയും മാസമാക്കി മാറ്റുന്നതിനെ ഓർത്ത് കർത്താവെ, അങ്ങേക്ക് കോടാനുകോടി നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, ഈ ഫെബ്രുവരി മാസത്തിൽ ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിച്ച ഓരോ പ്രാർത്ഥനയും ദൈവത്തിൻ്റെ പ്രീതിക്ക് പാത്രമാക്കുന്നതിനും, ദൈവം ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങളുടെ ഓരോരുത്തരെയും ആവശ്യങ്ങളെ തൊട്ട് സുഖപ്പെടുത്തുന്നതിനും അനുഗ്രഹിക്കുന്നതിനും, ഞങ്ങളെ പൂർണ്ണമായി ദൈവത്തിൻ്റെ പരിപാലനയിൽ കാത്തു സൂക്ഷിച്ച് ഈ മാസം ദൈവികമായ മാസമാക്കി മാറ്റുന്നതിന്, സ്വർഗീയ ആനന്ദം ഞങ്ങളിൽ നിലനിൽക്കുന്നതിന്, എല്ലാ നിരാശയും വിട്ടുമാറി സന്തോഷത്തിൻ്റെ ഒരു മാസമാക്കി ഈ ഫെബ്രുവരി മാസം മാറ്റുന്നതിന് അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി ഈ മാസം മുഴുവനും നീ പ്രാർത്ഥിക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ പ്രാർത്ഥനയിലൂടെ ഈ ഫെബ്രുവരി മാസം മുഴുവനും പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ അഭിഷേകം ചെയ്യപ്പെടുന്നതിന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിച്ച് നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ ഓരോ നിയോഗങ്ങളെയും ഈ ഫെബ്രുവരി മാസത്തിൽ അവിടുന്ന് സാധിച്ചു തന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവനാമ മഹത്വത്തിനു വേണ്ടി കർത്താവ് നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളിലും ഇടപെട്ട് നിങ്ങളെ സഹായിക്കട്ടെ. പിതാവായ
ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളെല്ലാവരോടും കൂടെ ഈ ഫെബ്രുവരി മാസം മുഴുവനും ഉണ്ടായിരിക്കട്ടെ. ഈ പ്രാർത്ഥന നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും ഇത് ഷെയർ ചെയ്യുക. ഈ പ്രാർത്ഥനയെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കുക. ഈ പ്രാർത്ഥനയിൽ കൂടി ദൈവം നൽകുന്ന അനുഗ്രഹങ്ങളെ നിങ്ങൾ മറ്റുള്ളവരുമായി വായ്മൊഴിയായി പങ്കുവെക്കുക. അത് പറഞ്ഞു കൊടുക്കുക. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താൻ നിങ്ങളെ ഓരോരുത്തരെയും കർത്താവ് തന്നെ സഹായിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. ഒപ്പം ഞങ്ങൾക്ക് വേണ്ടിയും ഈ മാസം നിങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കും. ആമേൻ.